മസിൽസ് ബിൽഡ് ചെയ്യാനും അത്ലറ്റിക് പെർഫോമൻസ് മെച്ചപ്പെടുത്താനും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. റിസർച്ച് പറയുന്നത് പവർ ലിഫ്റ്റേഴ്സ്, ബോക്സേഴ്സ്, വെയ്റ്റ് ലിഫ്റ്റേഴ്സ് ഇവരിൽ 45 മുതൽ 75% വരെ ആളുകൾ ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ക്രിയാറ്റിൻ കഴിക്കുന്നത് സേഫ് ആണോ? അതുപോലെ തന്നെ ക്രിയാറ്റിൻ കഴിക്കുന്നതിലൂടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ക്രിയാറ്റിൻ എങ്ങനെ കഴിക്കണം? ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ബിബിൻ, യു വാച്ചിങ് ബിബി ഫിറ്റ്നസ് ഗൈഡ്. എന്താണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്? നിങ്ങളുടെ മസിൽസിൻ്റെ കൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ള സ്വാഭാവിക ഊർജം അല്ലെങ്കിൽ നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജിയാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. ക്രിയാറ്റിൻ കൂടുതലായും ലഭിക്കുന്നത് മാംസങ്ങളിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇത് പകുതിയോളം വൃക്കകളിലും കരളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പിന്നീട് ഇത് ഉപയോഗത്തിന് വേണ്ടി സ്കെൽറ്റൽ മസിൽസിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. 95% ക്രിയാറ്റിൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്കെൽറ്റൽ മസിൽസിലാണ്. ബാക്കി വരുന്ന 5% നിങ്ങളുടെ വൃക്കകളിലും അതുപോലെ തന്നെ തലച്ചോറിലും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. നമ്മളൊരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള എനർജി ആവശ്യമാണ്. ഈ എനർജി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്രിയാറ്റിൻ സഹായിക്കുന്നത്. നിങ്ങൾ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുക്കുന്ന സമയത്ത് ശരീരത്തിലെ പോസ്ഫോ ക്രിയാറ്റിൻ വർദ്ധിക്കുന്നു. പോസ്ഫോ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് കോശങ്ങളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന എനർജിയുടെ ഒരു രൂപമാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഹൈ എനർജി മോളിക്യൂൾസ് ആയ ATPയുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ATP പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ ATP വർദ്ധിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ പെർഫോമൻസ് നൽകാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് കൂടുതൽ സമയം നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി നല്ല രീതിയിൽ ചെയ്യാൻ ഇതുമൂലം സാധിക്കുന്നു. ഇനി എങ്ങനെയാണ് ക്രിയാറ്റിൻ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മസിൽസിലെ ഫോസ്ഫോ ക്രിയാറ്റിൻ സ്റ്റോർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ശരീരത്തിലെ മസിൽസ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിയാറ്റിൻ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ബൂസ്റ്റഡ് വർക്ക് ലോഡ്, സിംഗിൾ ട്രെയിനിങ് സെക്ഷനിൽ കൂടുതൽ വർക്ക് അല്ലെങ്കിൽ വോളിയം സാധ്യമാക്കുന്നു. ഇതൊരു ലോങ് ടേം മസിൽ ഗ്രോത്തിൻ്റെ കീ ഫാക്ടറാണ്. ഇംപ്രൂവ്ഡ് സെൽ സിഗ്നലിംഗ്, ഇത് സെൽ സിഗ്നലിംഗ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതുമൂലം മസിൽ റിപ്പയറിങ്ങും അതുപോലെ തന്നെ മസിൽ ഗ്രോത്തും ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. ക്രിയാറ്റിൻ കഴിച്ചവരിൽ IGF-1 പോലുള്ള ഹോർമോണുകൾ വർദ്ധിക്കുന്നതായിട്ട് കണ്ടെത്തിയിരുന്നു. ഇൻക്രീസ്ഡ് സെൽ ഹൈഡ്രേഷൻ, ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇത് കഴിക്കുന്നതിലൂടെ സെൽസിലെ ജലാംശത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു. ഇത് സെൽസ് വോളിമൈസേഷന് എഫക്റ്റ് ചെയ്യുന്നു. മസിൽസിലെ ജലാംശം നിലനിർത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. റെഡ്യൂസ്ഡ് മസിൽ ബ്രേക്ക് ഡൗൺ, ഇത് മസിൽസിൻ്റെ ബ്രേക്ക് ഡൗൺ കുറച്ചുകൊണ്ട് മസിൽ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി ആളുകൾക്ക് അറിയേണ്ടത് ഇതിൻ്റെ ഡോസേജ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ ഡോസേജ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. ഈ സപ്ലിമെൻ്റ് ഉപയോഗിക്കുന്ന പലരും ലോഡിംഗ് ഫേസിൽ ആരംഭിക്കുന്നു. ഇത് മസിൽസിൽ ക്രിയാറ്റിൻ ശേഖരിക്കുന്നത് പെട്ടെന്നാക്കുന്നുണ്ട്. 5 to 7 days ഇത് 20 ഗ്രാം കൺസ്യൂം ചെയ്യാം. 20 ഗ്രാം എന്ന് പറയുന്ന സമയത്ത് ഒരു സമയം 20 ഗ്രാം അല്ല, 5 ഗ്രാം വെച്ച് 4 സമയത്താണ് കഴിക്കേണ്ടത്. അതായത് 5 ഗ്രാം വരുന്ന സ്പ്ലിറ്റ് ആയിട്ടാണ് ഈ ഒരു സപ്ലിമെൻറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത്. ലോഡിംഗ് ഫേസിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് 3 മുതൽ 5 ഗ്രാമായിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഡോസേജ് നിങ്ങൾക്ക് തുടർന്ന് പോകാൻ സാധിക്കും. നിങ്ങൾ ലോഡിംഗ് ഫേസ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മുതലേ 3 മുതൽ 5 ഗ്രാം വെച്ച് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ക്രിയാറ്റിൻ നിങ്ങളുടെ മസിൽസിലേക്ക് ശരീരത്തിലെ വെള്ളം വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ശരീരം പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു സപ്ലിമെൻറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബാക്കി കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം. എൻ്റെ കയ്യിലുള്ളത് മാമ എർത്തിൻ്റെ വിറ്റാമിൻ C ഫോമിംഗ് ഫേസ് വാഷാണ്. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബ്രഷ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ പ്രൊഡക്റ്റിൽ ടെർമറിക്, വിറ്റാമിൻ C, കുക്കുംബർ, അലവേര എന്നിവ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇതിൽ സൾഫേറ്റ്സ്, പാരാബൻസ്, SLS, പെട്രോളിയം, ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ്, കളേഴ്സ് ഇതൊന്നും തന്നെ അടങ്ങിയിട്ടില്ല. ഇത് ഏതുതരം സ്കിൻ ടൈപ്പ് ഉള്ള ആളുകൾക്കും ഉപയോഗിക്കുക എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ തന്നെ വാങ്ങുകയാണെങ്കിൽ ഈ ഒരു സമയം ആമസോണിൽ റിപ്പബ്ലിക് സെയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നല്ല ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡയറക്റ്റ് ആയിട്ട് വാങ്ങാവുന്നതാണ്. സൈഡ് എഫക്ട്സ് ഓഫ് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്, ഒരുപാട് ആളുകൾ ആശങ്കപ്പെടുന്ന ഒന്നാണ് സൈഡ് എഫക്ട്സ്. അതായത് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് റിസർച്ച് നടന്നിട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതുവരെയും ഇതിനെക്കുറിച്ച് ഒരു സൈഡ് എഫക്ട്സ്, അതായത് വലിയൊരു സൈഡ് എഫക്ട്സ് ഇതിനുണ്ട് എന്നുള്ളത് ഒരു സയൻറ്റിസ്റ്റും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ആയിട്ടുള്ള ഡോസേജ് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വൃക്ക, കരൾ രോഗമുള്ള ആളുകൾ ഒരിക്കലും ഇത് ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. 2009 നടന്നൊരു പഠനത്തിൽ ക്രിയാറ്റിൻ ഉപയോഗിച്ച ആളുകളിൽ ചെറുതായിട്ട് ഹെയർ ലോസ് ഉള്ളതായിട്ട് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് അന്ന് തന്നെ സയൻറ്റിസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഈ വീഡിയോയുടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ വിലക്കുറഞ്ഞതും ഫലപ്രദവുമായിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയാറ്റിൻ ഉപയോഗിക്കുന്ന സമയത്ത് റെക്കമെൻഡ് ആയിട്ടുള്ള ഡോസേജ് മാത്രം ഉപയോഗിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രിയാറ്റിൻ ഉപയോഗിക്കുന്ന സമയത്ത് ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്ലിമെൻറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം വാട്ടർ കൺസ്യൂം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിച്ചത് എന്താണ് ക്രിയാറ്റിൻ എങ്ങനെ ഉപയോഗിക്കണം, ക്രിയാറ്റിൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, ഇത്തരം ചില കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ബിൻ സൈനിങ് ഓഫ്.